അപ്പോ 2025-26 അധ്യയന വർഷത്തിൽ, അതായത് തൊട്ട് മുമ്പത്തെ ബാച്ചുകാർക്ക് പുസ്തകം മാറി വന്നപ്പോ അതിന്റെ മുമ്പലത്തെ ബാച്ചുകാർക്ക് ഒറ്റ ചാപ്റ്ററായി പഠിക്കാനുണ്ടായിരുന്ന അരിത്തമെറ്റിക് സീക്വൻസിനെ വെട്ടിമുറിച്ച് രണ്ടാക്കി. അതിലെ മെയിൻ പാർട്ടാണ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ. ഏത് ചാപ്റ്റർ? അരിത്തമെറ്റിക് സീക്വൻസസ്. അതിന്റെ കണ്ടിന്യൂവേഷൻ. അതിലൊരു 2 ടോപ്പിക്കുകൾ കട്ട് ചെയ്ത് അടുത്തൊരു ചാപ്റ്റർ ആക്കിയിരിക്കുന്നു. അപ്പൊ ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കുക. ആ പേജിന്റെ നടുക്കോട്ട് എഴുതുക എത്രാമത്തെ ചാപ്റ്റർ? 3ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. ബുദ്ധിമുട്ടെന്തെങ്കിലും? ചാപ്റ്ററിന്റെ പേര് മനസ്സിലായോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്തുവായിരുന്നു? അരിത്തമെറ്റിക് സീക്വൻസസ്. തേർഡ് ചാപ്റ്ററിന്റെ പേരെന്തോ? അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതിയല്ലോ. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് എഴുതുക സിലബസ്. SYLLABUS. സിലബസ്. ആകെ 2 സെക്ഷനുകളെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. സെക്ഷൻ 1 ഓൾജിബ്രേക്ക് ഫോം. സെക്ഷൻ 1 ഓൾജിബ്രേക്ക് ഫോം. സെക്ഷൻ 2 sums. 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 സെക്ഷൻ 2. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആകെ 2 സെക്ഷനുകളാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 1ന്റെ പേരെന്താണ്? ഓൾജിബ്രേക്ക് ഫോം. സെക്ഷൻ 2ന്റെ പേര് സംസ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വൃത്തിയുടെ ശബ്ദം ഉണ്ടാക്കരുത്. ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയണം കേട്ടോ. അടുത്ത പേജ് എടുത്തിട്ട് ത്രൂ ദി ചാപ്റ്റർ. ശരിയോ? അടുത്ത വരിയിൽ സെക്ഷൻ 1 ഓൾജിബ്രേക്ക് ഫോം. ഓൾജിബ്രേക്ക്. പുസ്തകമുള്ളവരെ പുസ്തകവും നിർത്തട്ടെ. പുസ്തകമുള്ളവർ പുസ്തകവും നിർത്താട്ടെ. എടുത്തോ. അവിടെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ഒരു സെന്റൻസ് കിടക്കുന്നുണ്ടോ? വി ഹാവ് നോട്ടഡ് ദാറ്റ്. അത് വേണ്ട, ബാക്കി വായിച്ചേ. എ നമ്പർ സീക്വൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ. ഇതല്ലേ കഴിഞ്ഞ പാഠത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്? അതങ്ങോട്ട് എഴുതിയാട്ടെ. എ നമ്പർ സീക്വൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ്. അക്കോർഡിംഗ് ടു എ. എവിടെ കിടക്കുന്നു? അതുകൊള്ള. എ നമ്പർ സീക്വൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ. മിണ്ടുന്നില്ല. അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് റൂൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഏത് ചാപ്റ്റർ തുടങ്ങിയത്? മിണ്ടുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. ഇനി ബാക്കി എഴുതണ്ട, കേട്ടാ മാത്രം എഴുതിയോ. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നുണ്ടോ? ഹൗ ഡു വി സ്റ്റേറ്റ് ദിസ് റൂൾ. ഈ നിയമം നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? സ്റ്റേറ്റ് ചെയ്യുക മീൻസ് പ്രസ്താവിക്കും. എന്താണ്? അപ്പൊ നിങ്ങൾ പറയും കൊണ്ട് വാചകത്തിലൂടെ പ്രസ്താവിക്കുക. അതല്ല അവരുദ്ദേശിക്കുന്നത്. ഇത് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ആ റൂളിന്
ആ എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയും എന്നുള്ളതാണ്. പേടിക്കേണ്ട, നമുക്കറിയാവുന്ന ഒരു 2 നമ്പർ പാറ്റേൺ ഒക്കെ എടുത്തിട്ട് ഇതെങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പറയാൻ പോവാണ്. അപ്പൊ എഴുതിയാട്ടെ, എക്സാമ്പിൾ 1. ആ ശരി സാർ. ആ ആ അപ്പൊ ചോദ്യം എക്സാമ്പിൾ 1, ഹൗ ഡു വി അറിയോ, ഹൗ ഡു വി ഡിസ്ക്രൈബ് the sequence 246 etc. അറിയോ, of even numbers. ഓക്കെ, പേനകത്തൊക്കെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ എന്തോ ചോദ്യം, ഹൗ ഡു വി ഡിസ്ക്രൈബ് ദ സീക്വൻസ് 246 എക്സെട്ര ഓഫ് ഈവൻ. അപ്പൊ 2, 4, 6 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഈവൻ നമ്പറിന്റെ സീക്വൻസിനെ നമ്മൾ എങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. എല്ലാരും ബുക്കൊക്കെ അടച്ചു നോക്ക്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 2 ഹെഡിങ്ങുകളുള്ള ഒരു ബോക്സ് വരയ്ക്കാം. ഒന്നാമത്തെ ഹെഡിങ് പൊസിഷൻ, എന്താണ്? രണ്ടാമത്തേത് ടേം. ഓക്കെ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്തുവാ പൊസിഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എഴുതുന്നു 1, 2, 3. ഇങ്ങനെ എഴുതിയപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, ഇതിന്റെ താഴെ ഒരു നമ്പർ അല്ലേ എഴുതാനുള്ളൂ, പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കോളമൊക്കെ വരച്ചിട്ടേക്കുന്നത്? പേടിക്കേണ്ട. ആദ്യത്തെ ടൈം എത്രയാണ്? 2 അല്ലേ? ഈവൻ നമ്പറിന്റെ കൂടുതൽ ഫസ്റ്റ് നമ്പർ എത്രയാണ്? ഈ 2നെ എനിക്ക് 1 × 2 എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? 1 × 2 ആണ് 2 എന്ന് പറയും. രണ്ടാമത്തെ നമ്പർ ആരാണ്? 4. 4നെ എങ്ങനെ എഴുതും? 2 × 2 എന്ന് എഴുതും. അടുത്ത നമ്പറായ 6നെ എങ്ങനെ എഴുതും? 2 × 3 = 6. ഇപ്പൊ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 1 × 2, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 2 × 2, മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 2 × അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞാൻ തിരിച്ചെഴുതാം. 2 × 1 എന്നൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ അങ്ങനെ എഴുതിയാൽ നോക്കിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 2 × 1, 2 × 2, 2 × 3. അപ്പൊ അടുത്താൾ വരുമ്പോ 2 × 4. അടുത്താൾ വരുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബോബനും മോളിയും വെച്ചിട്ടില്ലേ? ബോബനും മോളി എന്ന് പറഞ്ഞാൽ ടോം. അതിനകത്തിലെ എല്ലാ ഫ്രെയിമിനകത്തിലും ബോബന്റെയും മോളിയുടെയും കൂടെ ആരുണ്ട്? ഒരു പട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ ഒരു 2 ഉണ്ട്, സെക്കൻഡ് ടൈം എഴുതിയപ്പോഴും 2 ഉണ്ട്, തേർഡ് ടൈം എഴുതിയപ്പോഴും 2 ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സീക്വൻസിലെ ഏത് ടൈം എഴുതിയാലും ആരവിടെ കാണും? ഒരു 2 കാണും. ആദ്യം ഇവിടെ ഒരു 1 വന്നു, പിന്നൊരു 2 വന്നു, പിന്നൊരു 3 വന്നു. ഇതൊക്കെ ആരാ? എന്റെ നേരെ മോള് നോക്കിയാൽ മതി. ആരാണ്? പൊസിഷൻ ആണ്. ആരാണ്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സീക്വൻസിലെ ഏതൊരു ടൈമിനെയും നമുക്ക് 2 × അതിന്റെ പൊസിഷൻ എന്ന് എഴുതാം. 2 × അതിന്റെ എന്തെന്ന് എഴുതി വെക്കാം? പൊസിഷൻ. അപ്പൊ ഞാൻ എഴുതി വെക്കുന്നു ടൈം = 2 × പൊസിഷൻ. ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തുവായിരുന്നു? ആൻഡ് ഓൾജിബ്ര. എന്തുവായിരുന്നു ഓൾജിബ്ര എന്ന് വെച്ചാൽ? ഏറ്റവും ബേസിക് ആയിട്ട് നമ്പറിന് പകരം ലെറ്റർ ഉപയോഗിക്കുന്നു. നമ്പറിന് പകരം എന്തുപയോഗിക്കുന്നു? സംഖ്യകൾക്ക് പകരം അക്ഷരം ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ഈ ടേമിന്റെ അവിടെ ഇങ്ങനെ എഴുതുന്നു xn. എന്താണ് അത്? നിങ്ങൾക്ക് പുതിയ കാര്യമല്ല. നമ്മുടെ
കഴിഞ്ഞ പാഠത്തിന്റെ അവസാന ചില ഭാഗങ്ങളിലെ കണക്കുകൾ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ടേമിനെ x1, സെക്കൻഡ് ടേമിനെ ഇത് സാർ x2, തേർഡ് ടേമിനെ x3 എന്നിങ്ങനെ സൂചിപ്പിക്കും. അപ്പൊ അതിന്റെ ജനറൽ ടേമിനെ, പൊതുവായ ആളിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എന്തെന്ന് പറയുന്നത് xn. ഇത് എഴുതി വെക്കും. xn ഈക്വൽ 2 ഇൻറ്റു, അപ്പൊ പൊസിഷൻ എന്തുകൊണ്ട് സൂചിപ്പിക്കും? n എന്നോട് സൂചിപ്പിക്കും. അപ്പൊ ആദ്യത്തെ ആളിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. പറഞ്ഞാട്ടെ, x1 ഈക്വൽ ആദിത്യ 2 ഇൻറ്റു 1, ആൻസർ 2. രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. അപ്പൊ x2 ഈക്വൽ 2 ഇൻറ്റു 2 ഈക്വൽ 4. മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്നിന്റെ സ്ഥാനത്ത് 3 കൊടുക്കണം. x3 ഈക്വൽ 2 ഇൻറ്റു 3 ഈക്വൽ. അപ്പൊ ഇത് കൊണ്ടൊരു ചെറിയ പ്രയോജനമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതോ അല്ല പിന്നെ വിഭാസിനോട് ഒരാൾ ചോദിക്കുകയാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 50ാമത്തെ ടേം എത്രാന്ന് ചോദിച്ചാൽ വിഭാസ് ഒറ്റ പരിപാടി ചെയ്താൽ മതി. ഇതിനകത്തിലെ എന്നിന്റെ സ്ഥാനത്തോട്ട് എത്ര നങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഐഡിയ പിടികിട്ടിയ സംഗതി. അപ്പൊ നമുക്കിതിനെ കുറച്ചുകൂടെ ചുരുക്കി ഇങ്ങനെ എഴുതി വെക്കാം. xn is equal to 2 into n എന്നതിനെ മാത്രമായിട്ട് എങ്ങനെ എഴുതി വെക്കും? 2n. ഓക്കെ, ഒരു ചോദ്യത്തിലാണ് ഈ പരിപാടി തുടങ്ങിയത്. എന്തുവരുന്ന ചോദ്യം? വീണ്ടും വായിക്കണം. എന്തൊരു ചോദ്യം? ഈവൻ നമ്പറിന്റെ സീക്വൻസിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമെന്ന്. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? xn is equal to 2n. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? xn is equal to, ഒന്നും മനസ്സിലായില്ലല്ലോ. മനസ്സിലായോ? ആയോ? എന്നാ എഴുതി.